ജൂൺ 9 ഒരുപാട് വായനക്കാരുടെ ഏറെ പ്രിയപ്പെട്ട പ്രശസ്തരായ രണ്ട് കഥാപാത്രങ്ങളുടെ 150-ാം പിറന്നാളാണ്. എൻ്റെയും കുട്ടിക്കാല വായനകളിലെ ഏറ്റവും ഇഷ്ടമുള്ള രണ്ടു പേർ ടോം സോയറും ഹക്കിൾബറി ഫിന്നും. വിശ്വവിഖ്യാതനായ എഴുത്തുകാരൻ മാർക്ക് ട്വെയിനിൻ്റെ തൂലികയിലൂടെ ടോമും ഹക്കും പിറവിയെടുത്തിട്ട് 150 വർഷം. ടോം സോയർ, ഹക്കിൾബറി ഫിന്നിൻ്റെ സാഹസിക യാത്ര, ഇതൊക്കെ വായിച്ചത് ഇപ്പോഴും ഓർക്കുന്നു. കുട്ടിക്കാലത്ത് അക്ഷരം പഠിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ അപ്പച്ചൻ ബാലരമയും പൂമ്പാറ്റയൊക്കെ വാങ്ങിത്തരും വായിച്ചു പഠിക്കാൻ. അപ്പച്ചൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അക്ഷരസ്ഫുടത വേണമെന്നും. അങ്ങനെ കുട്ടിക്കാലം മുതൽ തന്നെ വായിക്കാൻ ഇഷ്ടമായി. പിന്നെ വായനാപ്രേമിയും മലയാള അധ്യാപികയുമായ എൻ്റെ ചേച്ചി പുസ്തകങ്ങൾ വാങ്ങുമ്പോൾ നല്ല നല്ല ബാലസാഹിത്യ കൃതികളും എനിക്ക് വാങ്ങിത്തന്നു. MTയുടെ മാണിക്യക്കല്ല്, സത്യജിത് റേയുടെ പഥിക് ചന്ദ്, വിഷ്ണു ശർമ്മയുടെ പഞ്ചതന്ത്രം, അങ്ങനെ അക്കൂട്ടത്തിലാണ് ഈ ടോമും ഹക്കും എൻ്റെ കയ്യിലെത്തുന്നത്. തെരുവു ബാലനായ ഹക്കും ടോമും തമ്മിലുള്ള സൗഹൃദവും അവരുടെ സാഹസിക യാത്രകളും ടോമും കൂട്ടുകാരി ബെക്കിയും ഗുഹയിൽപ്പെട്ടപ്പോഴുള്ള അവസ്ഥയും ഒക്കെ കൗതുകത്തോടെ ആകാംക്ഷയോടെ വായിച്ചിരുന്നത് ഓർക്കുന്നു. അവസാനം കൊള്ളക്കാർ ഒളിച്ചു വെച്ച നിധി കണ്ടുപിടിച്ച് ടോമും ഹക്കും പണക്കാരാവുന്നു. പണക്കാരനായി ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്നും തനിക്ക് പഴയ തെരുവു ബാലനായി ജീവിച്ചാൽ മതിയെന്നുമുള്ള ഹക്കിൻ്റെ വേദനയും ഓർക്കുന്നു. 1835 നവംബർ 30 ജനിച്ച സാമുവൽ ലാങ്ഹോൺ ക്ലെമൻസ് ആണ് മാർക്ക് ട്വെയിൻ എന്ന തൂലികാനാമത്തിൽ പ്രസിദ്ധനായത്. 1910 ഏപ്രിൽ 21 അദ്ദേഹം അന്തരിച്ചു. നിങ്ങളിൽ കുറേ പേര് ടോമിനെയും ഹക്കിനെയും വായിച്ചിട്ടുണ്ടാകും അല്ലേ? വായിക്കാത്തവർ ഒന്ന് വായിച്ചു നോക്കൂ, എന്ത് രസമാണെന്നോ അവരുടെ ഒപ്പമുള്ള ആ യാത്ര.